ഇപ്പോൾ നല്ല വോൾട്ടേജാണ്. രാത്രിയിൽ ഞാനിത് കാണിക്കാം. ഇന്ന് 31 ജാനുവരി. രാത്രിയിൽ ഇങ്ങനെ വോൾട്ടേജ് വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തോട്ടടിക്കുന്ന പോയിസണസ് ഗ്യാസ് ഒന്നും എങ്ങും പോവരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിരിക്കും. നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് വളരെ വോൾട്ടേജ് ആണ്, ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ല, പിന്നെ എന്താണ് ഇതൊന്നും ഇല്ല, പവർ കട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല എന്നൊക്കെയാണ് നമ്മൾ ബജറ്റ് കേട്ടപ്പം എല്ലാം പറയുന്നത് കേട്ടത്. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ 3 ദിവസം കറണ്ട് പോവുക, അല്ല ദിവസം 3 പ്രാവശ്യം കറണ്ട് പോവുക, അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യം കറണ്ട് പോവുക, അത് മണിക്കൂറുകൾ പോവുക. എക്സാമ്പിൾ ഇന്നലെ തന്നെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റിക്കാരെ വിളിച്ചാൽ നമ്മൾ ആരെയൊക്കെയോ വിളിക്കുന്നതാണെന്നുള്ള ഡ്രാമകൾ എൻ്റെ ഫോണിലുണ്ട്. നമ്മൾ വിളിച്ചതെല്ലാം നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. ആരെയാണ് വിളിച്ചത്, എവിടെയാണ് വിളിച്ചത്, എന്തുവാ വിളിച്ചതെന്നൊക്കെ ഉള്ളതിന് തെളിവുണ്ട്. നമ്മൾ ആരെ വിളിക്കുന്നു എന്നൊക്കെ ഉള്ളതിന് നല്ലപോലെ തെളിവുണ്ട്. ഇവന്മാർ ചുമ്മാ കഥകളുണ്ടാക്കുക, നമ്മൾ ആരെയൊക്കെയോ വിളിക്കുന്ന, ആരെയൊക്കെയോ, എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മൾ അവരെ കാണാൻ പോകുന്നതാണ്. എന്തെല്ലാം കഥകളാണ് പൊന്നച്ചാ. ഇങ്ങനെ തേർഡ് റേറ്റ് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നതാണ് ഇവന്മാരുടെ സ്വഭാവം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങളെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഒത്തിരി നമ്മുടെ ഞാൻ കേട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ഇതെന്താ സിനിമ കഥയാണോ എന്ന് ചോദിക്കുന്ന പോലത്തെ കഥകളൊക്കെ ഉണ്ടാക്കി വക്കീൽ എഴുതിയിരിക്കുന്ന കണ്ടുകൊണ്ട് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും കോർട്ട് ഹാളിൽ ചോദിക്കുന്നത് ഇതെന്താ സിനിമ കഥയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കോർട്ട് ഹാളിൽ ഉറക്കെ വായിക്കുകയും ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് വന്നപ്പോഴത്തേന് വേറൊരാളിൻ്റെ കൂടെ അവർ കിടക്കുന്നു. അപ്പോഴത്തേന് എന്തോ അകത്ത് അവരുടെ വീട്ടിനകത്ത് ഏതോ ഒരുത്തൻ അങ്ങനെ ഭർത്താവ് തിരിച്ചു പോയി പോലീസിനെയും കൊണ്ടുവന്നു, അപ്പോൾ അയാൾ മതിൽ ചാടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായിക്കുകയും ചെയ്തു കോർട്ട് ഹാളിൽ. അപ്പോൾ ഇതുപോലുള്ള കഥകളാണ് ഇവന്മാരും ഇതുപോലെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പല പല കഥകൾ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കി വിടുക. പണ്ടും ഇതുപോലായിരുന്നു കഥകൾ ഉണ്ടാക്കി വിട്ടേ. സുബ്രഹ്മണ്യൻ്റെ മോൻ ഇങ്ങനെ ഇതുവഴി ഇവിടെ കൂടെ ഒരു പാത്വേ ഉണ്ട് അവൻ്റെ, അപ്പോൾ അതുവഴി ഇങ്ങനെ പോവും രാത്രിയിൽ. പാതിരാത്രിക്ക് അവൻ ഉറക്കമില്ലാതെ നമ്മളിവിടെ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇപ്പോൾ ഇവൻ വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ദൈവം എന്നെ എണീപ്പിക്കുമായിരുന്നു. ആ സമയത്ത് നമ്മളെ എണീപ്പിക്കും. ഇവൻ്റെ ഇത് കൂടിയാണ് പോകുന്നത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിയാണിത്, മനസ്സിലായില്ലേ? ഇതാണ് എൻ്റെ വീട്. ഇതിൽ കൂടി ഇവനിങ്ങനെ പോവുക, ഈ വഴിയെ കൂടി ഇങ്ങനെ പാതിരാത്രിക്ക് ഇങ്ങനെ പോവുക, എന്നിട്ട് കഥയുണ്ടാക്കുക. പോയിട്ടില്ല അവിടെ വരെ അവൻ പോയി നിൽക്കും. എന്നിട്ട് തിരിച്ച് വീണ്ടും ഇതിൽ കൂടെ തന്നെ അവൻ്റെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് കഥയുണ്ടാക്കുക. അവൻ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ വരുന്നതേ ഉള്ളൂ, പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഇതാക്കും, ഇവൻ ഇങ്ങോട്ടാണ് വന്നത്, പിന്നെ ആ വഴിയെ പോയില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് എഡിറ്റിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ കണ്ടെൻ്റെ ക്യാമറ ഇങ്ങനെ റെഗുലർ ഇൻ്റർവെൽസിൽ കട്ട് ചെയ്ത് വെക്കുന്നതൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പാകത്തിനായിട്ടൊക്കെ എല്ലാം ഇങ്ങനെ എഡിറ്റ് എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ കോടതിയിൽ ഹാജരാക്കും, എല്ലാം എഴുതുന്നുണ്ട്. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും. അപ്പം ഒരു ദിവസം താമസിക്കുന്നത്, അപ്പോൾ എനിക്കറിയാമേ, ഒരു ദിവസം ദൈവം നമ്മളെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇതിനെല്ലാം അതാത് സമയമുണ്ട്. കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കറക്റ്റായിട്ട് എഴുതാനും കറക്റ്റായിട്ട് ഇതാക്കാനും ഒക്കെ ഒരു സമയം നമുക്ക് ഓരോ ദിവസം കഴിയുന്നവരും നമുക്ക് ഇൻസൈറ്റ്, നമ്മുടെ വിസ്ഡം ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായി വരിക. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥകൾ ഇവന്മാരുടെ. ഭയങ്കര കഥകളാണ് ഇവന്മാർക്ക്. മനസ്സിലായില്ലേ? ഭയങ്കര കഥകളാണ്. അപ്പം നമ്മളെപ്പോഴും ഈ SNDP ഇവിടെ തന്നെയാണ്. എനിക്ക് കണ്ടിടമൊന്നും പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതെണ്ണ കണ്ടില്ലേ? നമ്മളിവിടെ തന്നെയാണ് ജീവിക്കുന്നത്, വേറെ എങ്ങും പോകേണ്ട കാര്യങ്ങളില്ല. ഇതെൻ്റെ വീടാണ്, കണ്ടിടമൊന്നും പോകേണ്ട കാര്യങ്ങളില്ല. പിന്നെ എൻ്റെ മുകേഷ് അഡ്വക്കേറ്റാണ്. അദ്ദേഹം വരുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും പോകുന്നതല്ലാതെ വേറെ എങ്ങും പോകത്തില്ല. ഇവിടെ തന്നെ ആയിരിക്കും കിടന്നുറങ്ങുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ തന്നെ കിടന്നുറങ്ങും. മനസ്സിലായോ? വേറെ എങ്ങും പോകേണ്ട കാര്യങ്ങളില്ല. എനിക്ക് വേറെ എങ്ങും പോകേണ്ട കാര്യങ്ങളില്ല. എനിക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ. പിന്നെ കണ്ടടം നിരങ്ങേണ്ട കാര്യം എന്തുവാ നമുക്ക്? വല്ലയിടവും കണ്ടടം നിരങ്ങേണ്ട കാര്യമുണ്ട്? എനിക്ക് 146 സെൻറ്റ് സ്ഥലവും ഈ വീടും ഉണ്ട്. പിന്നെ കണ്ടടമൊക്കെ നിരങ്ങേണ്ട കാര്യം എന്തുവാ? എനിക്ക് വല്ലയിടമൊക്കെ പോയി നിരങ്ങേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നും പോയി നിരങ്ങേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇവിടെയാണ്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ ക്യാമറ എഡിറ്റ് ചെയ്യുക. അപ്പം ഇന്നലെ തന്നെ നമ്മുടെ ഈ ക്യാമറയിൽ കുറേ മിനിറ്റ്സ് ഇല്ല. അത് പ്രീവിയസ് ഡേയിലോട്ട് പോയി. എന്ന് വെച്ചാൽ 31 ആണ്. ഇന്ന് തുടങ്ങിയില്ല, 31 തുടങ്ങി. അപ്പോൾ ആ തുടങ്ങുമ്പം ആ 000000 എന്നുള്ള ആ ടൈമിൽ അവിടെ നിന്ന് ഇത് കറക്റ്റായിട്ട് റെക്കോർഡ് ആവത്തില്ല. പക്ഷേ മുമ്പിലത്തെ 2-3 ദിവസമൊക്കെ റെക്കോർഡായത്. അപ്പോൾ ഇവന്മാരിത് ചെയ്യുന്നതാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഇതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട്. ഇല്ലാത്ത ദിവസവും ഇതുള്ള ദിവസവും പല പല ഡ്രാമകളാണ്. അപ്പോൾ ഇതുവഴി നമ്മൾ എവിടെയോ പോയെന്നൊക്കെയുള്ള കഥകളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ എഡിറ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. മനസ്സിലായി? പക്ഷേ നമ്മൾ
എന്താണ് ഇത് നമ്മൾ രാത്രിയിൽ ഇവിടെ തന്നെ കിടന്നാണ് ഉറങ്ങുന്നത് നല്ല നമ്മൾ പ്രീവിയസ് ഡേയിലോട്ട് പോയ ആ ഫൂട്ടേജ് എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. ഡൽഹിയിലും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇതുപോലെ തന്നെ സെയിം പാറ്റേൺ. അപ്പോൾ ഇവന്മാരുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഡൽഹിയിലുള്ളവന്മാരും എല്ലാം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യാൻ? ഇവിടെ ഉള്ളവന്മാർക്ക് അധികാരമില്ല, പിന്നെ ഡൽഹിയിലുള്ളവന്മാർക്ക് അധികാരമുണ്ട്. ഇവന്മാരൊക്കെ ആരാണ്? ഡൽഹിയിലെ കുറേ ക്രിമിനൽസൊക്കെ ഒത്തിരി അവന്മാരുടെ എല്ലാം ഫോട്ടോസ് ഇത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളോട് ഗുസ്തിക്ക് വന്നവരുടെയും നമ്മളോട് ഇതാക്കിയവരുടെയും എല്ലാ അവന്മാരുടെയും കറക്റ്റായിട്ടുള്ള ഫോട്ടോസും എല്ലാം നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവൻ്റെ എല്ലാ രോഗങ്ങളുടെ ഫോട്ടോസും വീഡിയോസും നമ്മുടെ കയ്യിലുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും സേവ് ചെയ്തിട്ടുണ്ട്. എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലാതൊന്നുമില്ല, എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.